ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂവസ് കിച്ചൻ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു മുട്ട ഉപയോഗിച്ചുള്ള ഒരു സ്പെഷ്യൽ അവിയലാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനോട്ട് ആയിട്ടുള്ള ഈ അവിയൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളുടെ ഈ റെസിപ്പി ചെയ്യുന്നതിന് വേണ്ടി ആദ്യം കുറച്ച് വെജിറ്റബിൾസ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ചെറിയ പൊട്ടറ്റോ നീളത്തിൽ അരിഞ്ഞതാണിത്. അതുപോലെ തന്നെ 2 ചെറിയ മുരിങ്ങക്കായ, പിന്നെ ഒരു ക്യാരറ്റും നീളത്തിലരിഞ്ഞത്, ഒരു തക്കാളി നീളത്തിലരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ബീൻസോ അല്ലെങ്കിൽ പടവലങ്ങയോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് മുട്ട ആവശ്യമുണ്ട്. ഞാൻ 4 മുട്ട പുഴുങ്ങി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ. അടുത്തതായി നമ്മളിവിടെ ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. 2 ടീസ്പൂൺ തന്നെ മതിയാവേ, കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഒതുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ആ തേങ്ങയുടെ ഒപ്പം ഈ വറ്റൽമുളക് ഇങ്ങനെ നമ്മൾ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇടുകയാണെങ്കിൽ ഇതിന് ഒന്നും കൂടി ടേസ്റ്റിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം, പക്ഷേ ഇതാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ ഇതാ ഇവിടെ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അടുത്തതായി നമ്മൾ എടുത്ത് വെച്ച വെജിറ്റബിൾസിൽ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് അത് ഓരോന്നായി ഇട്ട് കൊടുക്കുക. പൊട്ടാറ്റോ, അതുപോലെ പച്ചമുളക്, പിന്നെ മുരിങ്ങക്കായ, അരിഞ്ഞ് വെച്ച ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട. ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ മിക്സ് ചെയ്താൽ മതിയാവും. അപ്പോഴേക്കും അതൊന്ന് ഒരു അതിലേക്കിടുന്ന എണ്ണയിൽ ഒന്ന് മൂത്ത് വരുവേ. 2 മിനിറ്റ് മതിയിട്ട്, അതിൽ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. ശേഷം നമുക്കിതിലേക്ക് എടുത്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ ഈ തക്കാളി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഈ വെജിറ്റബിൾസുമായി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരയ്ക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് ഇതുമായി മിക്സ് ചെയ്ത് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, അതായത് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിതൊന്ന് ഡ്രൈ ആയ രൂപത്തിലാണ് ചെയ്തെടുക്കുന്നത്. ചിലർക്ക് ഇതിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന രൂപത്തിൽ വേണമെന്നുള്ളവരാണെങ്കിൽ ഈ സമയത്ത് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആ കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി 1.5 കപ്പ് തേങ്ങ ചെരുകിയതും 2 തണ്ട് വേപ്പിലയും, പിന്നെ ഒരു 12 ചെറിയ ഉള്ളി, പിന്നെ ഒരു വെളുത്തുള്ളി ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡും 1 ടീസ്പൂൺ ഫെനൽ സീഡും, അതായത് പെരിഞ്ജീരകം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച വറ്റൽമുളക് 4 എണ്ണം, ഇതും കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ആ പച്ചക്കറികളൊക്കെ വേവിച്ചത് കേട്ടോ. ഇതിനോടൊപ്പം ഈ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് അരഞ്ഞ് പോവരുതേ. ഇനി നമുക്ക് നമ്മൾ വേവിക്കാൻ വെച്ച കഷ്ണങ്ങളെല്ലാം വെന്തോന്ന് നോക്കാം. അപ്പം ഞാൻ നേരത്തെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ കഷ്ണങ്ങൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, ഒരു 1/4 വേവിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ വേവാവുന്ന സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നോക്കൂ, നമുക്കിതിലിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ട് കണ്ടോ, ഒട്ടും തന്നെ വെള്ളമില്ല. അപ്പോൾ നമുക്കിനി ഈ ഉപ്പൊന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടി 1 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മളപ്പോൾ ഉപ്പ് ചേർത്ത് 1 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നോക്കൂ, നമ്മളുടെ കഷ്ണങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നുമില്ല, കറക്റ്റ് പരുവത്തിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ തേങ്ങയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, തേങ്ങ അതുപോലെ പെരിഞ്ജീരകം വറ്റൽമുളകൊക്കെ, അതൊന്ന് ഇതിൻ്റെ മുകളിൽ നിരത്തിയിട്ട് ഒന്ന് ഇത് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കണം. കാരണം ഇതിൻ്റെ മുകളിൽ ഈ തേങ്ങയുടെ മുകളിൽ ആവി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ.
ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മൾ ആ നിരത്തി വെച്ച തേങ്ങയുടെ മുകളിൽ നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങ നന്നായിട്ട് വെജിറ്റബിൾസ് ആയിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരല്പം വേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ച മുട്ടയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മുട്ട നമ്മളിതിലേക്ക് ചേർക്കുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് ഈ ഗ്യാപ്പിൽ വേണം നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ചേർക്കുക. ഞാനിപ്പോൾ 4 മുട്ട 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ മുട്ടയുടെ സ്വാദ് മുഴുവനും ഈ വെജിറ്റബിൾസിലേക്ക് ഇറങ്ങി വന്ന് അതിന് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് കുത്തി ഇളക്കണ്ട. അപ്പോൾ ഇത് നമുക്കൊന്ന് കെയർഫുള്ളായിട്ട് ഇളക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും. മുട്ടയൊന്നും അങ്ങനെ പൊട്ടിയൊന്നും പോകില്ല. അപ്പോൾ ഇതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അവിയലിന്. നമ്മളിതിനകത്ത് പെരിഞ്ജീരകവും അതുപോലെ വറ്റൽമുളക് ഫ്രൈ ചെയ്തൊക്കെ ഇട്ടിട്ടുള്ള കാരണം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനപ്പോൾ ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള മുട്ട ചേർത്തിട്ടുള്ളൊരു സൂപ്പർ അവിയലാണിത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ ഈ അവിയൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.